ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. ഷീസ് ആൻ ആക്ട്രസ്. ഒരു കുട്ടിയുണ്ട്, 2 years ആയിട്ടുള്ളൂ. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വയറിഞ്ഞിട്ടുണ്ട്. മോഡലിംഗ് കരിയറിലൊക്കെ കുറച്ച് ലോ വേസ്റ്റ് ഒക്കെ ഇടേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങളുള്ള കാരണം ഷീ വാണ്ട്സ് ടു ഗോ ഫോർ എ ടമ്മി ടക്ക്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് ഷീ വാണ്ട്സ് അനദർ ബേബി ഓൾസോ. വാട്ട് ഷീ ഈസ് ആസ്കിങ് ഈസ്, എനിക്കിപ്പോൾ ടമ്മി ടക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ അടുത്ത കുട്ടി ഉണ്ടാകാൻ പറ്റുമോ, അത് പാടില്ല എന്നുണ്ടോ, അങ്ങനെയാണ് അവർ ഡൗട്ട്സ്. വാട്ട് ഡു യു സേ ഫോർ ദാറ്റ്? Tummy tuck we wouldn't suggest because she's anyway planning for a second pregnancy and all these changes will come back again. അതുകൊണ്ട് we generally wouldn't. But the thing is, career is also important. So if she's planning for that, we need to address the rest. അതായത് she's going under an anesthesia and going under the knife. All these procedures ചെയ്തിട്ടുണ്ടെങ്കിലും these all she might have to repeat again. So we tell them, നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഇപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി ആകുന്നതിന് കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റും, അത് ഓക്കെ ആണോ, ഓക്കെ ആണെങ്കിൽ വി ക്യാൻ ഗോ ഹെഡ് വിത്ത് ദ പ്രൊസീജിയർ. ചിലവരുടെ ഡൗട്ട്സ് ഇതുമായിരിക്കും, ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നോർമൽ ഡെലിവറി ആവുന്നതിന് കുഴപ്പമുണ്ടോ വിത്ത് സ്കാർ? നോട്ട് an issue. കാരണം സ്കാർ വരുന്നത് സിസേറിയൻ പോലെ തന്നെ സ്കാർ ആണ്. ടമ്മി ടക്കിൽ നമ്മൾ വയറിന്റെ അകത്തേക്ക് പോകുന്നില്ല. പ്രഷർ യൂട്രസിലാണ് ഉണ്ടാവുന്നത് ഡ്യൂറിംഗ് ഡെലിവറി, നോട്ട് ഔട്ട്സൈഡ്. ടമ്മി ടക്ക് ചെയ്തു എന്നുള്ളത് മാത്രം സിസേറിയൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമൽ ഡെലിവറി പോസിബിൾ ആണ്.